ശ്രദ്ധിക്കട്ടെ. നാം ഫാത്തിഹ ഓതാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ നാം ആദ്യം ഓതേണ്ടത് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന പ്രാർത്ഥനയാണ്. അങ്ങനെ ആ പൈശാചിക ശല്യത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഖുർആൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് ആരംഭിക്കുന്ന നാം ആ ഖുർആനിനെ സമാപിക്കുന്നതും ആ പൈശാചിക ശല്യത്തെ തൊട്ട് രക്ഷപ്പെടാനുള്ളതായ ആയത്ത് കൊണ്ട് തന്നെയാണ് എന്നതും നമുക്ക് അറിയാവുന്ന പച്ചപരമാർത്ഥമാണ്. അപ്പോഴാണ് നമുക്ക് എത്ര അപകടം, എത്ര സൂക്ഷിക്കേണ്ട ഭാഗം, എത്ര ശ്രദ്ധിക്കേണ്ട ഭാഗം ആണ് ഈ അപകടം എന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. അതെ, ദുർബല നിമിഷത്തിൽ ശേഷിക്കട്ട ഈമാനിൻ്റെ ഉടമകളുടെ അടുക്കലേക്കാണ് പിശാച് ചെന്ന് കടന്നു ചെല്ലുക എന്നത് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടതും പഠിച്ചതും ഇഖ്റഉ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ നിങ്ങൾ ഓതുക എന്ന് റസൂലുള്ളാഹിന്റെ കൽപ്പനയുണ്ടായി. ഫഇന്ന അഖ്ദഹാ ബറക, സൂറത്തുൽ ബഖറയെ നിങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പവിത്രത നേടിയെടുക്കാൻ സാധിക്കുന്നു, ബർക്കത്ത് കരഗതമാക്കാൻ സാധിക്കുന്നു. വതർക്കഹാ ഹസ്റ, അതിനെ ഒഴിവാക്കുക എന്നത് മഹാനഷ്ടമാണ്, നാശമാണ്. അതിനെ ഒഴിവാക്കുക എന്നത് നമുക്ക് നാശമാണ്. അതുകൊണ്ടാണ് ഷോർട്ടായ ശേഷിക്കട്ട ഈമാനിൻ്റെ ഉടമകളായ നമ്മെപ്പോലോത്തവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലി സൂറത്തുൽ ബഖറ മുഴുവനും ഓതുന്നില്ലെങ്കിലും ഒരു മുസ്ലിം ദൈനംദിനം അവൻ്റെ ഹിസ്ബിൽ പെടുത്തേണ്ടതാണ്, അവൻ്റെ വിറുദിൽ പെടുത്തേണ്ടതാണ്, അവൻ ഓതുന്ന ഭാഗങ്ങളിൽ പെടുത്തേണ്ടതാണ്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 5 ആയത്ത്, അപ്രകാരം തന്നെ സൂറത്തുൽ ബഖറയിലും ഖുർആനിൽ സകലമുള്ള ആയത്തുകളിൽ പ്രാധാന്യമുള്ള ആയത്താകുന്ന സൂറത്തുൽ ബഖറയുടെ അകത്തുള്ള ആയത്ത് ഏതാണത്? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എന്നത് വാസ്തവത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ ഒരാൾ ഓതുന്നതായ വേളയിൽ 5 വക്ത് നമസ്കാര ശേഷം ഓതാൻ വേണ്ടിയാണ് കൽപ്പിക്കപ്പെട്ടത്. ശ്രദ്ധിക്കൂ, 5 വക്ത് നമസ്കാര ശേഷമാണ് ഓതാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത്. 5 വക്ത് നമസ്കാരം കഴിഞ്ഞാൽ നാം പലപ്പോഴും കഫീലിൻ്റെ താക്കോല് കൂടെ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിൻ്റെ താക്കോല് കൂടെ, എന്തായിരുന്നാലും വിരോധമില്ല, ധൃതി പിടിച്ചവർ പണ്ടും ഇന്നും എന്നും ഉണ്ടാവാം. അത് ഞാൻ ആക്ഷേപിച്ച് പറയല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ ധൃതി പിടിച്ചവർ നമസ്കാരത്തിൽ സലാം വീട്ടിക്കഴിഞ്ഞാൽ, ഇമാം സലാം വീട്ടിക്കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ പോകുന്ന സഹാബാക്കൾ ഉണ്ടാവാറുണ്ടായിരുന്നു. സർആനുന്നാസ് എന്നാണ് ഹദീസ് ഭാഷയിൽ അവരെക്കുറിച്ച് പറയുന്നത്, ധൃതിയുള്ളവരെന്ന്. അതെ, പലർക്കും വല്ല ആവശ്യമുണ്ടായിരിക്കും, ഒരുപക്ഷെ വീട്ടിൽ തനിച്ചായിരിക്കും പെണ്ണ്, അല്ലെങ്കിൽ കുട്ടികൾ എവിടെയെങ്കിലും വഴിയിലായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് സുരക്ഷിതത്വത്തിലല്ലായിരിക്കും, എന്തെങ്കിലും കാരണം മനുഷ്യനുണ്ടാവാം. അതുകൊണ്ട് സലാം വീട്ടിയാൽ പിന്നെയും അവിടുത്തെ നിർബന്ധമായിരിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നില്ല, നിർബന്ധ ബാധ്യത അവസാനിച്ചു. എന്നാലും ചെല്ലേണ്ടതായ അദ്കാറുകൾ ചെല്ലുമ്പോൾ പോകുന്ന വഴിയിലെങ്കിലും ചെല്ലാതെ ഒഴിവാക്കരുത്. പള്ളിയിൽ നിന്നിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും നാം ചർച്ച ചെയ്ത് കൊണ്ടുവരുന്നതായ ഈ പൈശാചിക ശല്യമുണ്ടല്ലോ, അത് പെട്ടെന്ന് പിടികൂടും. പള്ളിയുടെ അകത്തേക്കാളും കൂടുതൽ ലളിത ശൈലിയിൽ, എളുപ്പശൈലിയിൽ പിശാച് പിടികൂടും. അങ്ങനെ നമുക്ക് മറവി വരും. മറവി പലപ്പോഴും പിശാചിലൂടെയാണ് ഉണ്ടാവുക. മറവി പലപ്പോഴും പിശാചിലൂടെ ഉണ്ടാകും. പലപ്പോഴും പ്രായം വർദ്ധിച്ചാലും ഉണ്ടാകും. പിശാചിലൂടെ തന്നെ ആയിക്കൊള്ളുമെന്നില്ല, രോഗം കാരണത്താൽ ഉണ്ടാകും. അതൊക്കെ ഖുർആൻ പഠിപ്പിച്ച ശൈലിയാണ്, നാം പഠിച്ചതാണ്. എന്ത് ഒമ അൻസാനിഹു ഉല്ല ശൈത്താനു എന്നൊക്കെ പിശാചാണ് എന്നെ മറപ്പിച്ച് കളഞ്ഞത് എന്നതായ ഭാഗങ്ങളൊക്കെ. അതെ, പറഞ്ഞു വരുന്നത് അങ്ങനെ നാം സൂറത്തുൽ ആയത്തുൽ കുർസി എന്ന ആയത്ത് ഒരു ദിവസത്തിൽ 5 തവണയാണ് ഓതുന്നത്. റസൂൽ പറയുന്നു, എൻ്റെ ഓർമ്മയിൽ മുസ്ലിമിൽ പൊടിച്ചിരുന്ന ഹദീസാണ്, ഒരാൾ സൂറത്ത് ആയത്തുൽ കുർസി എന്ന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി എന്ന് തൊട്ട് നമുക്ക് മനപ്പാടമുള്ളതായ ആയത്ത് ചെറിയ പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റുന്നതാണ്. ഒരു മുസ്ലിമാണെങ്കിൽ 5 വക്ത് നമസ്കരിക്കുന്ന ആളാണെങ്കിൽ അത് മനപ്പാഠം ഉണ്ടായിരിക്കേണ്ടതാണ്. അത് ഓതിക്കഴിഞ്ഞാൽ റസൂല് പറയുന്നു, അവന് സ്വർഗത്തിൽ കടക്കാൻ
തടസ്സമില്ല. എന്തല്ലാതെ മരണമല്ലാതെ. സുബ്ഹാനല്ലാഹ്. മരിച്ചു കിട്ടിയാൽ മതി. അങ്ങനെയുള്ള ആ ശൈലിയിലുള്ളതായ ഹദീസുകൾ തെളിവാണ്. എന്ത്? മനുഷ്യൻ മരിക്കുമ്പോൾ ഒന്നിരിക്കലോ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. മനസ്സിലായില്ലേ? അൽ ഖബറു ഇമ്മ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ നീറാൻ. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഒന്നിരിക്കലോ ഖബർ സ്വർഗത്തോപ്പ് അല്ലെങ്കിൽ നരകത്തിൻ്റെ ഒരു ഭാഗം. അള്ളാഹു ആ അപകടത്തിൽ നമ്മെ രക്ഷപ്പെടുത്തട്ടെ. സ്വർഗത്തോപ്പാക്കി നമ്മുടെ ഖബറിനെ അള്ളാഹു മാറ്റട്ടെ. അപ്പോൾ മനുഷ്യനെ മരിക്കുമ്പോൾ തന്നെ ഒന്നിരിക്കലോ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. അതുകൊണ്ട് ചോദ്യോത്തരം നടന്നു കഴിഞ്ഞാൽ ഇഫ്തഹ് ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് വാതിൽ തുറന്നു കൊടുക്കുക എന്ന് ഓർഡർ വരും, മറുപടി പറഞ്ഞ ആളാണെങ്കിൽ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ,